1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. തൃത്താല മേഴത്തൂരിൽ അവശനിലയിൽ കാണപ്പെട്ട യുവാവിന് മാധ്യമപ്രവർത്തകരുടെ കൈത്താങ്ങ്. യുവാവിനെ സുരക്ഷിതമായ അഭയകേന്ദ്രത്തിൽ എത്തിക്കാനാവശ്യമായ നടപടികളാണ് മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരുക്കി നൽകിയത്. കൊടും വിശപ്പിന്റെ കാഠിന്യം സഹിക്കാനാവാതെ തെരുവുനായുടെ പച്ചയിറച്ചി കഴിക്കേണ്ടി വന്ന മാനസിക നില തെറ്റിയ യുവാവിന് തൃത്താലയിലെ മാധ്യമപ്രവർത്തകർ തണലായി. തെരുവോരത്ത് കണ്ട ഈ യുവാവിനെ കുമരനെല്ലൂരിലെ സ്നേഹാലയത്തിൽ പ്രവേശിപ്പിക്കാനാവശ്യമായ നടപടികൾ ഇവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം കുന്നംകുളം കേച്ചേരി റോഡരികിൽ വെച്ചാണ് ഈ യുവാവ് തെരുവുനായുടെ പച്ചയിറച്ചി ഭക്ഷിക്കുന്ന ദൃശ്യങ്ങൾ വഴിയാത്രക്കാർ പകർത്തിയിരുന്നത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തൃത്താല മേഴത്തൂർ റോഡിലൂടെ ഈ യുവാവ് അവശനിലയിൽ നടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കൂറ്റനാട് പ്രസ് ക്ലബ് സെക്രട്ടറി ഇസ്മയിൽ പെരുമണ്ണൂരും മാധ്യമപ്രവർത്തകൻ ശിവപ്രസാദും വിഷയത്തിൽ ഇടപെട്ടത്. ദിവസങ്ങളോളമായി ആഹാരമൊന്നും കഴിക്കാതെ പൂർണ്ണമായും തളർന്ന അവസ്ഥയിലായിരുന്നു ഈ യുവാവ് ഉണ്ടായിരുന്നത്. യുവാവിനെ മേഴത്തൂർ സെന്ററിൽ എത്തിച്ച് ഭക്ഷണവും കുടിവെള്ളവും ആദ്യം നൽകി. തുടർന്ന് തൃത്താല പോലീസിൽ വിവരം അറിയിച്ചു. സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇയാൾക്ക് വീണ്ടും ഭക്ഷണം വാങ്ങി നൽകി. ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ഈ യുവാവ്. ചില സമയങ്ങളിൽ വിനീത് എന്നാണ് പേര് പറയുന്നത് ഒഴിച്ചാൽ വീടോ നാടോ മറ്റു വിവരങ്ങളൊന്നോ ഓർത്തെടുക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. കാഴ്ചയിൽ 30-നും 35-നും ഇടയിലാണ് ഇയാളുടെ പ്രായം. തുടർന്ന് പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് കുമരനെല്ലൂരിലുള്ള സ്നേഹനിലയം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഇയാളെ മാറ്റി. ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ വൈറൽ കാഴ്ചയായി മാറിയ ഒരു മനുഷ്യജീവന് സഹജീവി സ്നേഹത്തിന്റെ യഥാർത്ഥ മാതൃകയായി മാറുകയായിരുന്നു തൃത്താലയിലെ മാധ്യമപ്രവർത്തകരുടെ ഈ കരുതൽ.